ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും അനുകൂലം തന്നെയാണ്. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയെ മറികടക്കുന്ന തരത്തിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഒരു നിക്ഷേപ താല്പര്യം തുടരുന്നുണ്ട്. ഇന്ന് 2300 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയതെങ്കിൽ ഏതാണ്ട് 3300 കോടി രൂപയുടെ നിക്ഷേപം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ചെറുകിട നിക്ഷേപകർ വളരെ സജീവമായ വിപണിയിലുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ തുടരുക തന്നെ ചെയ്യും. 23,650 എന്നുള്ള നിലവാരമായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആ ഒരു നിലവാരത്തിന് താഴേക്ക് പോകുന്ന പക്ഷം 23,500ലേക്ക് നീങ്ങാനും മതി. മറിച്ചാണെങ്കിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. 24,000 ആയിരിക്കും ഒരു പ്രതിരോധ നിലവാരം. ആ 24,000 ഭേദിച്ച് നിഫ്റ്റി വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഇത് അവധി വ്യാപാര കരാറുകളുടെ പുതിയ സീരീസിന് തുടക്കമാണെന്ന്, അതുകൊണ്ട് തന്നെ വളരെ സജീവമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം തുടർന്നെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം വളരെ അനുകൂലം തന്നെയാണ്. കാരണം ഇപ്പോൾ ഉണ്ടായിട്ട് ഒരു വീഴ്ചയിൽ മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിന് ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാധ്യത ചെറുകിട നിക്ഷേപകർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ചും ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപം ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്ന് US വിപണികളിലും ഒപ്പം തന്നെ ഇന്ന് ഏഷ്യൻ വിപണികളും പലതിലും നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.